കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാം. ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം അധ്യായം 4 വാക്യം 28 കർത്താവ് ഇപ്രകാരം പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ വന്ന് തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഈ ലോകം നമുക്ക് വെച്ചു നീട്ടിയ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പുറകെ പോയി നമ്മുടെ രക്ഷകനായ ദൈവത്തെ മറന്ന് ജീവിച്ച നിമിഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് യേശുവിനോട് പറയാം, യേശുവേ, അവിടുന്ന് ഇപ്പോൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ചിന്തകളെയും ഭാവനകളെയും എല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലും ഭാവനയിലുമെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നമുക്കുണ്ടായിട്ടില്ലായിരിക്കാം. എപ്പോഴും നിരാശയും അതുപോലെ തന്നെ പാപത്തോടുള്ള അഭിനിവേശവും അതിയായ ആഗ്രഹവും നമ്മുടെ ഉള്ളിലുണ്ടാകാം. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാതെ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയ നിമിഷങ്ങൾ യേശുവിനോട് പറയാൻ, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അവിടുന്ന് പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ ഇരുകരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി കൈമുട്ടുകൾ നിവരട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ യേശുവേ, അവിടെ തന്നെ അനുഗ്രഹിക്കണമേ. അന്ധനായ ബർത്തിമേയുസ് വിളിച്ചു പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ. ഈ നിമിഷം നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തി അധരങ്ങൾ തുറന്ന് നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു ദൈവമേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. യേശുവേ, ഇന്നത്തെ ദിവസത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരുമണിക്കൂറിൽ അവിടുന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും തിരുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിശുദ്ധിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അശുദ്ധിയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സരിയായിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ കേട്ടത് അനുസരണത്തെക്കുറിച്ച്, അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ച്, അനുഗ്രഹിച്ചാലുണ്ടാകുന്ന അനുസരിച്ചാലുണ്ടാകുന്ന അനുഗ്രഹത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. നിങ്ങൾക്ക് വീട്ടിൽ പോയി ഇരുന്ന് വായിക്കുവാൻ വചനഭാഗവും നൽകിയാണ് ഇന്നലെ വിട്ടത്. ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ വികാരിയച്ഛനുമായിട്ട് ഈ സങ്കീർത്തിയിൽ ദിവികാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ,
നമ്മൾ ധ്യാനിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാശം കടന്നു വരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചാണ്. അത് കുടുംബമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതമോ സമർപ്പിത ജീവിതമോ വൈദിക ജീവിതമോ ഏത് ജീവിതമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ കുടുംബജീവിതം നയിക്കുന്നവരുണ്ടാകാം, സമർപ്പിത ജീവിതം നയിക്കുന്നവരുണ്ടാകാം, പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരുണ്ടാകാം. നിങ്ങൾ ഏത് ജീവിതം തിരഞ്ഞെടുത്തു എന്നതല്ല പ്രധാനം. ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടി മുതൽ പ്രായമായവരെ വരെ ദൈവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഒരു വിളി എൻ്റെയും നിങ്ങളുടെയും മേലുണ്ട്. ആ വിളി ഇങ്ങനെയാണ് പറയുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അധ്യായം 4-ന്റെ 3 മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണം. നമുക്കറിയാം, വിശുദ്ധ കൊച്ചുത്രസ്യയുടെ തിരുനാളിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തന്നിലെ പരിശുദ്ധി കാത്തുപരിപാലിച്ച, തന്നിലെ പരിശുദ്ധിക്ക് കോട്ടം തട്ടാതെ കൊണ്ടു നടന്ന ഒരു വിശുദ്ധയുടെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിച്ചത് കൊച്ചുത്രസ്യ തന്റെ ജീവിതത്തിൽ അനുവർത്തിച്ചപ്പോൾ വിശുദ്ധ അൾത്താരയിലേക്ക് കൊച്ചുത്രസ്യ ഉയർത്തപ്പെട്ടു. ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഞാനും നിങ്ങളുമെല്ലാം വിശുദ്ധിയുള്ള വിശുദ്ധരായി തീരണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അസന്മാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞ് മാറണം. നിങ്ങൾ ഒഴിഞ്ഞ് മാറണം. സന്മാർഗമല്ലാത്ത ജീവിത രീതി, സന്മാർഗമല്ലാത്ത മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവലംബിക്കരുത് എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. കുടുംബജീവിതത്തിലായാലും സന്മാർഗകരമായ ദൈവത്തിൻ്റെ വചനത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു ജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്ന് കർത്താവ് പറയുന്നു. തുടർന്ന് ഇങ്ങനെ പറയാം, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. സ്വന്തം ശരീരത്തെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ശരീരമാണ്. ആ ശരീരം ബാഹ്യമായും ആന്തരികമായും വിശുദ്ധിയിൽ കൊണ്ടു നടക്കാൻ നമ്മൾ പഠിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. മാതാപിതാക്കൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, നിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ വിശുദ്ധിയാണ്. അസന്മാർഗികരമായ ഒരു ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു പോകരുത് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, ഈ ലോകത്തേക്കൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ വിശുദ്ധിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. മറിച്ച് അശുദ്ധി കൊണ്ട് നിറയുന്ന ഒരു ലോകത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെ വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അധ്യായം 4 അതിന്റെ 7 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയ ദൈവത്തെയാണ് അവഗണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ മാർഗം വെടിഞ്ഞ് അസന്മാർഗികയിലൂടെ ജീവിച്ച് അശുദ്ധികരമായ ജീവിതം നയിക്കുമ്പോൾ മനസ്സിലാക്കി
മനസ്സിലാക്കണം, നീ നിന്റെ ദൈവമായ കർത്താവിനെ, നിന്റെ രക്ഷകനായ കർത്താവിനെ, നിന്റെ സൗഖ്യദായകനായ കർത്താവിനെയാണ് നീ അവഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തെ അവഗണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മിക്ക കുടുംബങ്ങളുടെയും നാശം കുടുംബത്തിലുള്ളവരുടെ അശുദ്ധിയാണ്. എന്നിട്ട് നമ്മൾ പറയും, അയൽവക്കക്കാർ എന്തോ ചെയ്തു, അവരെന്തോ ചെയ്തു. ആരും ഒന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെയും നീ അനുഭവിക്കുന്ന ദുഃഖദുരിതത്തിന്റെയും എല്ലാം കാരണം ലത്തീൻ കുർബാനയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളൊക്കെ ലാറ്റിൻ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നിന്റെ പിഴയാണ് നീ അനുഭവിക്കുന്നത്. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം. എങ്ങനെയാണ് എന്നെ പോലെ നിങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരിയായ ഒരു പെൺകൊച്ച് ഈ അൾത്താരയിൽ നമ്മുടെ മുമ്പിൽ വണങ്ങുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ വിശുദ്ധിയായ നമ്മുടെയൊക്കെ സഹോദരി എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊച്ചു ത്രസ്യയുടെ ജീവിതത്തെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ദൈവം എന്താണോ പറഞ്ഞത് അത് അവൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നത് തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സഫലമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സറിയത്തി പറ ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ അശുദ്ധിക്ക് അവിടെ കടന്നു വരാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരു ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകാശം കൊണ്ട് നിറയും, പ്രകാശം കൊണ്ട് നിറയും. അപ്പോൾ പ്രകാശത്തിന്റെ മുമ്പിൽ ഇരുട്ട് വഴിമാറി കൊടുക്കുന്നത് പോലെ അശുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം വിശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ അശുദ്ധി അവനിൽ നിന്ന് വിട്ടുമാറും. വിശുദ്ധി അവനിൽ കുത്തിക്കൊള്ളുമ്പോൾ അശുദ്ധി അവനെ സ്പർശിക്കാതെ അശുദ്ധി മാറി നിൽക്കും. എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. കർത്താവ് നമ്മളോട് പറയുക, നിങ്ങളുടെ ശരീരം ഏറ്റവും വിശുദ്ധവും മാന്യവുമായി സൂക്ഷിക്കാൻ നിങ്ങൾ പഠിക്കണം. എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവ് അങ്ങനെ പറഞ്ഞത്? 1 കൊരിന്തോസ് അധ്യായം 6 വാക്യം 19-20 തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് കിട്ടിയാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു മ്ലേച്ഛതയ്ക്കും അടിമപ്പെട്ട് ജീവിതം നയിക്കും. നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ വിശുദ്ധിയില്ലാത്ത അവസ്ഥ, മക്കളിൽ വിശുദ്ധിയില്ലാത്ത അവസ്ഥ. ഇതൊക്കെയല്ലേ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾ തകരുന്നതിന്റെ കാരണം? വാക്കുകളിൽ വിശുദ്ധിയില്ല, ജീവിതത്തിൽ വിശുദ്ധിയില്ല. വാക്കിലും ജീവിതത്തിലും ശരീരത്തിലും വിശുദ്ധി നീ കാത്തു പരിപാലിച്ചാൽ ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ശരീരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് മാമോദീസ എന്ന കൂദാശയിലൂടെ നമുക്കറിയാം. അച്ഛൻ്റെ അടുത്ത് ഒരു കുരിശ് കൊണ്ടുപോയി കൊടുത്തിട്ട് അച്ഛനോട് പറയുക, അച്ഛാ ഇതൊന്ന് വെഞ്ചരിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആരാമ്പെള്ളമെല്ലാം തളിച്ച് ആ കുരിശിനെ വെഞ്ചരിച്ച് നമുക്ക് തരും. 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് മേടിച്ച ഒരു കുരിശായിരിക്കും. അത് വെഞ്ചരിച്ച് തന്നു കഴിയുമ്പോൾ ആ കുരിശിന്റെ വില 10 രൂപയോ 5 രൂപയോ അല്ല, അത് പിശാചിന്റെ തല തകർക്കുന്ന തക്ക ശക്തിയുള്ള വിശുദ്ധ കുരിശായി അത് മാറുകയാണ്. വിശുദ്ധ കുരിശായി അത് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കണം, വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഒരു പുരോഹിതൻ തന്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് മാമോദീസ എന്ന കൂദാശയിലൂടെ
നിന്നെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. നീ കൂദാശ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്നവർ 5 കൂദാശയൊക്കെ സ്വീകരിച്ച ആൾക്കാരുണ്ട്. മനസ്സിലാക്കണം. മാമോദീസ എന്ന കൂദാശ, സ്ഥൈര്യലേപനം എന്ന കൂദാശ, കുമ്പസാരം, വിശുദ്ധ കുർബാന, ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചതാണ്. വിവാഹം, പ്രിയപ്പെട്ടവരെ, ഈ കൂദാശകളിലൂടെ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ചില മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ അവർക്ക് ഈ ബോധ്യമില്ലാതെ ജീവിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. തൻ്റെ വിശുദ്ധി കളങ്കപ്പെടുത്താൻ ഇഷ്ടപ്പെടാതെ മരണത്തിന് നിന്നുകൊടുത്ത ഒരു വ്യക്തിയുണ്ട്. കുട്ടികൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ആളാണ് വിശുദ്ധ മരിയ ഗൊരീത്തി. തന്റെ വിശുദ്ധി കാത്തു പരിപാലിച്ചവൾ. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്തിയ കൊച്ച് വിശുദ്ധ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും വിശുദ്ധിയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറണം. വിശുദ്ധി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശുദ്ധി നമ്മളിൽ ഉള്ളപ്പോൾ ദൈവം നമ്മളിൽ വസിക്കും. അശുദ്ധി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. പിശാച് നമ്മളിൽ വസിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും രക്ഷയുടെ അനുഭവവും എല്ലാം അത് നമ്മളിൽ നിന്ന് അകറ്റിക്കളയും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ടുകൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വാക്യം 5, 6 തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത. വീണ്ടും കർത്താവ് ഓർമ്മപ്പെടുത്തുക, അസന്മാർഗികത. നമുക്കറിയാം സന്മാർഗം എന്താണെന്നും അസന്മാർഗം എന്താണെന്നും നമുക്കറിയാം. കർത്താവ് പറയാം അസന്മാർഗികത. പണ്ടത്തെ കാർന്നവന്മാരാണെങ്കിൽ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, വൈദികരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഈശോമിശിഹായിക്കും സ്തുതിയായിരിക്കണം എന്ന് പറയണം. പള്ളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കാതെ അടങ്ങി ഒതുങ്ങി ദൈവത്തെ ഓർത്തിരിക്കണം. ഇന്നത്തെ പിള്ളേർ വന്നു കഴിഞ്ഞതുകൊണ്ടില്ല, അവിടെ 3 ആൺപിള്ളേരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കാഴ്ച കാണാൻ വരുന്നത് പോലെ വരുന്നു. അച്ഛനെയൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും, ഇപ്പൊ അവിടെ കുത്തിയിരിക്കും. അത് അച്ഛൻ നടന്നു വരുമ്പോ അച്ഛോ തീർന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മച്ചിമാരൊക്കെ നിലത്തിരുന്നിട്ട് കാലൊക്കെ നീട്ടി വെച്ചാൽ ഇരിക്കുന്നെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിയും ആ അമ്മച്ചിയുടെയോ അല്ലെങ്കിൽ അപ്പച്ചൻ്റെയോ കാല് കവച്ചു വെച്ച് കടന്നു പോകത്തില്ല. കാരണം അത് സന്മാർഗമല്ല. അപ്പനെയോ അമ്മയെയോ കവച്ചു വെച്ച് കടന്നു പോകുന്നത് സന്മാർഗമല്ല. കവച്ചു വെച്ച് പോകുന്ന അസന്മാർഗികതയാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് സന്മാർഗവും അസന്മാർഗികതയും അറിയാൻ മേലാത്തത് കൊണ്ട് അപ്പനിങ്ങനെ കിടക്കുകയാണെങ്കിലും അവർ ഓടി വന്ന് ഒറ്റച്ചാട്ടം അപ്പുറത്തൂടെ ചാടും. അവനതൊരു പ്രശ്നമേ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടൊക്കെ ആണെങ്കിൽ പരിചയമില്ലാത്ത ഒരു ആൺകുട്ടിയുടെ സൈക്കിളിന്റെ പുറകിലോ സ്കൂട്ടറിന്റെ പുറകിലോ ആരും കയറി പോകത്തില്ല. ഇനി പരിചയമുണ്ടെങ്കിൽ തന്നെ അയലോക്കത്തെ ഒരു ആൺകൊച്ചു പറയാ, ഒരു പെൺകൊച്ചിനോട് പറയാം, എടി വാടി പോകാം മാർക്കറ്റിലേക്ക്, ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ ആ സ്കൂളിൻ്റെ അവിടെ ഇറക്കിയേക്കാം. അവൾ പറയും ഞാനില്ല. കാരണം ലജ്ജ എന്ന് പറയുന്ന ഒന്ന് പണ്ടത്തെ പെൺപിള്ളേർക്കൊക്കെയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. റോഡിലേക്ക് ഇറക്കി നിൽക്കും, ആരെ കണ്ടാലും കൈ കാണിച്ച് നിർത്തിയിട്ടും പറയും ഞാനിങ്ങനെ കയറിക്കോട്ടെ എന്ന് പോയി. ആ പരുവത്തിലേക്ക് മനുഷ്യൻ വളർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ ദിവസവും എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ സോഷ്യൽ സ്റ്റഡി
സയൻസും മാത്സും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ പോരാ. എല്ലാവരുടെയും വീട്ടിൽ പത്രം വരുത്തണം. എന്നിട്ട് ആ പത്രത്തിന്റെ ഓരോ ഭീകരമായ വാർത്തയും നിങ്ങളുടെ മക്കളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കണക്കൊന്ന് അറിയുന്നത് നല്ലതാണ്. ഈ വാട്സാപ്പിലൊക്കെ ഇരുന്ന് എല്ലാവരും പറയും പിള്ളേരെപ്പോഴും വാട്സാപ്പിലാണ് എന്ന്. വാട്സാപ്പൊക്കെ ഉപയോഗിച്ച കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കണം, തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കണ്ടേ. തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അസന്മാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നു, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, വീടില്ല, കൂടില്ല, മക്കളില്ല, ഭാര്യയില്ല, അവരുടെ കാര്യത്തിലൊന്നും ചില ആളുകൾക്ക് ശ്രദ്ധയില്ല. പൈസ ഉണ്ടാക്കുക, എത്ര ഉണ്ടാക്കി വെച്ചാലും തൃപ്തിയാകാത്ത ചില ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ആദിവാസി കോളനിയിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കിടക്കാനൊരു കട്ടിലോ, കാറ്റ് കൊള്ളാനൊരു ഫാനോ, നല്ലൊരു പുതപ്പോ, നല്ലൊരു വസ്ത്രമോ അവർക്കൊന്നും ഇല്ലായെങ്കിലും അവർ ഭാര്യയും ഭർത്താവും മക്കളും എപ്പോഴും സന്തോഷമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ആലപ്പുഴ, ചേർത്തല, എറണാകുളം ടൗണുകളിലൊക്കെ രാത്രി കാലങ്ങളിൽ ഒന്ന് പോകുന്നത് നല്ലതാണ്. കുടുംബം അടച്ചു പോകണം. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ കടത്തിണ്ണയുടെ അരികിൽ വീടും കൂടുമില്ലാത്ത ചില ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്നത് കാണാൻ സാധിക്കും. അവര് ഉറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ കടന്നു ചെല്ലണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരെവിടെന്നെങ്കിലും ഭിക്ഷ തണ്ടി കിട്ടിയ പണം കൊണ്ട് ഒരു നേരത്തെ ആഹാരം മേടിക്കും. വൈകിട്ട് ആ ഒരു പൊതിച്ചോറായിരിക്കാൻ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഭർത്താവ് അപ്പുറത്തെ സൈഡിലും ഭാര്യ ഇപ്പുറത്തെ സൈഡിലും ഇരുന്ന് ആ ഒരു പാത്രത്തിൽ നിന്നും വാരി കഴിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് ആ കൊതുകുകടിയും കൊണ്ട് അവിടെ പുതച്ചു മൂടിക്കിടക്കും. അവർക്ക് പരാതിയില്ല. നിങ്ങളൊന്ന് ഓർത്തു പോയിക്കേ, നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന ചില മനുഷ്യരുണ്ട്. കർത്താവ് പറയാ, മോനെ, മനക്ഷോഭം അത് നിന്റെ അനുഗ്രഹം, നിന്റെ കുടുംബത്തിന്റെ സമാധാനം തകർക്കും. ചില ആൾക്കാർ പറയുന്ന കാര്യ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ബ്രദറെ, പെട്ടെന്ന് ദേഷ്യം വരും. ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ കുടികൊള്ളാത്തത് കൊണ്ടാണ്, ദൈവികമായി ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നീ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യമായിരിക്കാം ചില ജീവിതങ്ങളെ പാടെ തകർക്കുന്നത്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഒരു തോന്നും, പോയി വെള്ളത്തിൽ ചാടും. ഒരു പ്രാവശ്യം കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ വിഷം കഴിച്ചിട്ട് വന്ന ഒരു പെൺകൊച്ചിനെ അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തായ ഒരു മനുഷ്യൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ വിഷം കഴിച്ചിട്ട് വന്ന ഈ പെൺകുട്ടിയെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്? അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, എൻ്റെ ബ്രദറെ, വിഷം കഴിച്ചിട്ട് മരിക്കാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലത്ത് വിഷം എന്ന് പറയുന്ന വാക്ക് അവൾ വായിക്കുക പോലും ചെയ്യല. ഞാൻ ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാ, അത് ആണായാലും പെണ്ണായാലും വിഷം കഴിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വിഷം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാൻ അവർ ഈ കൈയും കാലും എല്ലാം ഇങ്ങനെ വലിച്ചെന്ന് കെട്ടും. അതിനുശേഷം ഒരു വലിയ ഒരു ട്യൂബ്, ഒരു മരുന്ന് തേച്ചിട്ട് ഈ വായുക്കുള്ളിലൂടെ അങ്ങോട്ട് ഇറക്കും. അത് കഴിയുമ്പോൾ വലിയ പാത്രത്തിൽ മരുന്നിൻ്റെ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കോരി അങ്ങ് ഒഴിക്കും. നിങ്ങൾ മണ്ണൊക്കെ വിളക്കിലേക്ക് ഒഴിക്കുന്ന ചോർപ്പെന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ടുണ്ട്. അതുപോലത്തെ സാധനത്തിലൂടെ അങ്ങോട്ട് ഒഴിക്കും. ശരീരത്തിൽ എത്ര തുളയുണ്ടോ ആ തുളയെ കൂടി ഒക്കെ ഈ വെള്ളം ചീറ്റാൻ തുടങ്ങും കുറച്ച് കഴിയും. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും അത് കഴിക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും വിഷമടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചാൽ കരുത് കേട്ടോ. ഹല്ലേലൂയ. സ്വരീയത്തിൽ പറ ഹല്ലേലൂയ. ചിലപ്പോൾ ഒറ്റ തോന്നലാണ് എടുത്തു ചാടി. എത്ര
വാക്ക് ചില ബന്ധങ്ങളെ തന്നെ തകർക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാശാരി കുടുംബമുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ആ അമ്മച്ചിക്ക് 9 മക്കളുണ്ട്. ഇന്ന് 8 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഒരു മകൻ മരിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നേക്കാണ്. അതിലൊരുവൻ, അവൻ്റെ കൂടി അമ്മയുള്ളത്. അവൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്ക്. എന്നോട് പറയുക, ബിജി ബ്രദറെ, എൻ്റെ അമ്മേനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കണം. ഞാൻ ചോദിച്ചതിൻ്റെ കാരണം എന്താ? കാരണം ചോദിച്ചപ്പം അവൻ പറയാ, ഈ 3-4-5 വർഷക്കാലം എൻ്റെ ഭാര്യ എന്നെ ഈ അമ്മയെ പൊന്നുപോലെ നോക്കി. അമ്മ ഇവിടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നത് കണ്ടപ്പം അമ്മയുടെ പെൺമക്കൾ ആ വീട്ടിൽ വന്നു. അമ്മയായിട്ടിരുന്ന് സംസാരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി, ഇനി മറ്റേതെങ്കിലും വീട്ടിൽ പോയി നിൽക്കണം, ഇവിടുത്തെക്കാളേറെ സുഖം അവിടെയാ. ഉടൻ തന്നെ ഈ അമ്മ മരുമകളെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു, ഇവളെനിക്ക് കഞ്ഞിവെള്ളം തരത്തില്ല. ഈ അമ്മ മൂത്രമൊഴിക്കുന്നതും അപ്പിയിടുന്നതും എല്ലാം കോരിയ മരുമകളെ കുറിച്ച് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ആ വാക്ക് കേട്ടപ്പോഴേക്കും അവളാകെ പൊട്ടിത്തെറിച്ചു. എത്ര സമയമെടുത്ത് ഉപദേശിച്ചാണെന്നറിയാമോ ആ കൊച്ചിനെ ഒരു നേരായ വഴിക്ക് കൊണ്ടുവന്ന്. ഇന്നും ആ അമ്മ അവരുടെ കൂടെ തന്നെയാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായിൽ നിന്ന് പെട്ടെന്ന് വീഴുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്ക് തരിപ്പണമാക്കും. അതുകൊണ്ടത് ശ്രദ്ധിക്കുക. കർത്താവ് പറയുന്നു, മനക്ഷോഭം അത് നിങ്ങളിൽ നിന്ന് മാറ്റണം, ദുരാഗ്രഹം നിങ്ങളിൽ നിന്ന് മാറ്റണം. എന്നിട്ട് പറയാണ്, ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം നിങ്ങളുടെ മേൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും. ഇത് കർത്താവ് പറഞ്ഞതാ. അസന്മാർഗികതയിലൂടെ നടക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ക്രോധം വന്ന് പതിക്കും. അവനെ വേറെ ആരും ഒന്നും ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രവൃത്തി തന്നെ അവനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 വാക്ക് 1-2 വചനം വായിക്കും കാണാം. ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കും. ഒരു സജീവ ബലിയായി കൊണ്ടു നടക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ നിർമ്മലമായി കൊണ്ടു നടക്കാൻ പഠിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹം വിട്ടുപോകത്തില്ല. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം വിട്ടുപോകത്തില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 19 വാക്യം 24-25 തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബജീവിതം, ദൈവം സ്ഥാപിച്ച കുടുംബജീവിതത്തിന്റെ ആ മനോഹാരിതയും അതിൻ്റെ പരിശുദ്ധിയും നിലനിർത്താതെ സൊദോം ഗൊമോറ എന്ന് പറയുന്ന ദേശത്തെ ജനങ്ങൾ പ്രകൃതി വിരുദ്ധമായ, ദൈവകൽപ്പനയ്ക്ക് ഘടകവിരുദ്ധമായ പാപത്തിൽ മുഴുകിയപ്പോൾ ദൈവമായ കർത്താവ് അഗ്നിയും ഗന്ധകവും അയച്ച് ആ ദേശത്തെ മുഴുവൻ നശിപ്പിച്ചു. ആ ദേശത്തെ മുഴുവൻ നശിപ്പിച്ചു. മക്കളെ, ഇന്നാണെങ്കിൽ പല രാജ്യങ്ങളിൽ പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അത് ഇന്ന് കേരളത്തിൽ പോലും അത് സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണ്. ഇതിനെ അനുകൂലിച്ചാൽ അതും, പ്രിയപ്പെട്ടവരെ, ഈ അനുകൂലിക്കുന്നവരുടെ ജീവിതത്തിലും അത് നാശമായി പരിണമിക്കും. അതുകൊണ്ട് അസന്മാർഗികത ആയി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നീ അതിൽ നിന്ന് മാറി നിൽക്കുക. നമുക്കറിയാം, സൊദോം ഗൊമോറയിൽ നിന്ന് തിന്മ ചെയ്യാതെ നിന്ന, തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതെ വിശുദ്ധി കാത്തു പരിപാലിച്ച ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നേ. ആരാന്ന് പറയാമോ? സൊദോം ഗൊമോറയിൽ നിന്ന് ലോത്തും അവന്റെ ഭാര്യയും അവന്റെ പെൺമക്കളും. ദൈവം ആ കുടുംബത്തെ മാത്രം രക്ഷിച്ചു. ആ കുടുംബത്തെ മാത്രം രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികളുടെ ഒരു ചിന്തയുണ്ട്. കുട്ടികളുടെ മാത്രമല്ല, വലിയവർക്കും ഉണ്ട്. അവർക്കും അവനും ആകാമെങ്കിൽ പിന്നെ എനിക്കെന്താ ആകണ്ട, പിന്നെ എനിക്കെന്താ ആയിക്കൂടെ? പാടില്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പാടില്ല. എല്ലാവരും നശിച്ചാലും നീ നശിക്കരുത് എന്ന് നീ ആഗ്രഹിക്കണം. അങ്ങനെ ഓരോ മനുഷ്യ
ജീവിച്ചാൽ ഈ നാട് സ്വർഗമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ തെറ്റ് ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കണം. കുടുംബമായി വന്നിട്ടുള്ളവർ ആ തീരുമാനമെടുക്കണം. ഞാനും എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയും ഇനി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അശുദ്ധി കടന്നു വരാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഇനി പെരുന്നാളൊക്കെയാണ് വരുന്നത്. ക്രിസ്ത്യാനിയുടെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് ഏതാണ്ട് കേരളത്തിൽ മലയാളികൾ കുടിച്ചു തീർത്ത ബ്രാൻഡിയുടെ കണക്കൊക്കെ പറയുന്ന കേട്ടപ്പം പേടിച്ചു പോയി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കണം. കേരളത്തിലെ സകല ആൾക്കാരെ മണ്ടന്മാരാക്കിയിട്ടാണ് ഇപ്പോഴത്തെ നിയമസഭ കയറി വന്നത്. മദ്യവർജനം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. മദ്യശാലകളുടെ എണ്ണം കുറയ്ക്കും. തുടങ്ങിയപ്പോൾ 10-16 ഷാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 10-600 എന്നൊക്കെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവർക്കറിയാം മലയാളി ഇത് കുടിച്ചു തീർക്കും. മദ്യപാനി ഓർത്തോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 1 വാക്യം 15 മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയാ: നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം മറയ്ക്കും. അനേകം പേർ ചോദിക്കുന്നൊരു ചോദ്യം, ബ്രദറെ, പ്രാർത്ഥിച്ചിട്ട് എന്താ അനുഗ്രഹം പ്രാപിക്കാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം ലഭിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അനുഗ്രഹം ലഭിക്കുവാൻ തക്ക വിശുദ്ധി നിന്നിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നീ ഒരു രോഗിയാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീ നിന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. നമ്മുടെ കാലൊന്ന് തട്ടിയാൽ എവിടെയാണ് തട്ടിയത്, അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിന് നിന്നിൽ പ്രീതി ഉളവാക്കത്തക്ക രീതിയിലെ ഒരു വിശുദ്ധി നിന്റെ ജീവിതത്തിലില്ല എന്ന്. ഇവിടെ പറയുക, നീ കരമുയർത്തുമ്പോൾ ഞാൻ മുഖം മറയ്ക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെന്ന് അവരെ ഒന്ന് സഹായിക്കുവാൻ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീടിന് പുറത്തുള്ളവരോട് ചെയ്യാൻ പറ്റിയില്ലേലും വീടിൻ്റെ ഉള്ളിലുള്ളവരോട് കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറാനും സംസാരിക്കാനും നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരൊന്നും തൊട്ടവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ ഹല്ലേലൂയ. അങ്ങനെ തന്നെ ഹല്ലേലൂയ. അപ്പൊ ഇന്നൊരു തീരുമാനമെടുക്കണം, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് വിലയിരുത്തും. എൻ്റെ ജീവിതത്തിലെ ഇന്നലകളിലെ കുറവുകളെ ഞാൻ കണ്ടെത്തും. എൻ്റെ ദൈവം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു തിന്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റും. എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, അത് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. എനിക്ക് ഒരു മോനുണ്ട്. ഒരു മോനും ഒരു മോളുമാണ്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മോനെ, ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ നീ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ അവൻ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബികോമിന്. അപ്പം ഇവന് ഇച്ചിരി മാർക്ക് കുറയുമ്പോൾ ആകെ ടെൻഷനാവും. ഞാൻ അപ്പോൾ അവനോട് പറയും, നീ ടെൻഷനൊന്നും ആകണ്ട, മറിച്ച് നീ തമ്പുരാനോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. +2 വരെ പഠിച്ചപ്പോഴും ഞാൻ അവൻ്റെ സ്കൂളിൽ പോകും. അവൻ്റെ ടീച്ചേഴ്സിനോട് ഞാൻ ചോദിക്കും, ജീസ് എങ്ങനെയുണ്ട് ടീച്ചറെ? അപ്പോൾ അവർ പറയും, ജീസ് അവനൊരു കുഴപ്പമില്ല കേട്ടാ, അവൻ മിടുക്കനാ. +2ന്റെ പരീക്ഷയുടെ സമയമായി. ഞാൻ പറഞ്ഞു, നീ ടെൻഷനൊന്നും അടിക്കണ്ട, മോൻ പോയി ഒന്ന് കുമ്പസാരിക്കുക. നിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടായെങ്കിൽ നീ അത് ഉള്ളു തുറന്ന് അച്ഛനോട് പറയുക, പാപമോചനം മേടിക്കുക. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കും.
അവൻ്റെ പരീക്ഷയ്ക്ക് പോകും. തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കും, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, എളുപ്പമായിരുന്നു. ഓരോ എക്സാമും കഴിഞ്ഞു, തിരിച്ചു വന്നു, റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞടാ ഇന്നലെ റിസൾട്ട് വരുന്നേ, അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കൊണ്ട് എൻ്റെ ഇടവകയിൽ തന്നെയുള്ള ഒരു ടീച്ചറാണ്, അവൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ടീച്ചറെ എന്താണ് കാര്യം? അവിടെ തന്നെ ടീച്ചർ പറയാണ്, ജീസിന് ഫുള്ള് A+ ആണ്. ഞാൻ അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നീ നിന്നെ തന്നെ വിശദീകരിക്കുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളും, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടപ്പാടല്ല പ്രധാനം, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ മക്കളോട്, ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടും, എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും സഹോദരങ്ങളോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കർത്താവിൻ്റെ വചനപ്രകാരം വിശുദ്ധീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബം എത്ര പരിശ്രമിച്ചിട്ടും കെട്ടിപ്പടുക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കുടുംബസമേതം ഈ അൾത്താരയുടെ മുമ്പിൽ വന്നിരിക്കുക, ഈ തമ്പുരാനെ ഒന്ന് നോക്കുക. ഓരോരുത്തരും ചിന്തിക്കട്ടെ, എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയത് എന്ന്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 7-ാമത്തെ അധ്യായം, ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇസ്രായേൽ ജനം ജെറിക്കോ കോട്ട മുഴുവൻ പിടിച്ചടക്കുമ്പോ ദൈവമായ കർത്താവ് പറഞ്ഞു ജോഷുവയോട്, ജോഷുവ, ജെറിക്കോ കോട്ടയിൽ നിന്ന് നീ ഒന്നും എടുക്കരുത്, അത് മുഴുവൻ നീ അഗ്നിക്കിരയാക്കണം. പക്ഷേ അതിൽ ആഖാൻ എന്ന് പറയുന്ന ഒരുവനുണ്ടായിരുന്നു. അവൻ നോക്കിയപ്പം അവിടുത്തെ സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും സാധനങ്ങളും എല്ലാം കണ്ടപ്പം അവന്റെ മനസ്സ് ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്നൊന്ന് വ്യതിചലിച്ചു. ആരും അറിയാതെ അവൻ അതെടുത്തു. അവന്റെ മക്കള് താമസിക്കുന്ന കൂടാരത്തിൽ ഒരു കുഴിയുണ്ടാക്കി അതിലിട്ട് മൂടി. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുന്ന സമയം 10:39 ഇസ്രായേൽ ജനം മരിച്ചു. ജോഷുവയുടെ ഹൃദയം പൊട്ടി. ജോഷുവ പോയി തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി കരമുയർത്തി പിടിച്ചുകൊണ്ട് ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്തേ നിന്റെ ജനത്തെ കൈവിട്ടു? നീ എന്തേ നിന്റെ ജനത്തെ മറന്നു? ദൈവം ജോഷുവയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ജോഷുവ, നീ എന്തിനാണ് ഇങ്ങനെ കരമുയർത്തി പ്രാർത്ഥിക്കുന്നത്? ജോഷുവയുടെ പുസ്തകം അധ്യായം 7 വാക്യം 10 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? വസ്ത്രം വലിച്ചു കീറി തന്റെ മേത്ത് പൂഴിമണൽ വാരിയിട്ടുകൊണ്ട് ജോഷുവ നിലവിളിച്ചു, രക്ഷിക്കണേ എന്ന്. ദൈവം ജോഷുവയോട് ചോദിക്കുക, നീ എഴുന്നേക്ക്, എന്തിനാണ് നീ ഇങ്ങനെ കിടക്കുന്നത്? അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുക, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എന്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, തങ്ങളുടെ സാമാനങ്ങളുടെ ഇവിടെ വെച്ചിട്ട് അവർ വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പൈശാചിക ശക്തിയുടെ മേൽ വിജയം വരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ പാഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ദൈവം അരുതേ എന്ന് പറഞ്ഞത് നമ്മൾ മനുഷ്യരല്ലേ ഇങ്ങനെ പറയും, കുഴപ്പമില്ല, അവനും അവളും കണ്ടില്ലേ, അവർക്കെന്താ കുഴപ്പം? ഹല്ലേലൂയ. എല്ലാവർക്കും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ വിജാതിയരെ പോലെ ചിന്തിക്കരുത്. നീ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ്. അതുകൊണ്ട് നീ ക്രിസ്തുവിന്റെ സ്വന്തമാണ്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ട് നീ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കാൻ നിനക്ക് കഴിയണം. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കാൻ നിനക്ക് കഴിയണം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എന്നെ കാണുമ്പോൾ
നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അച്ഛനല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എതിലെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാന്ന് പറയും. ഞാൻ പറയും പിന്നെ ഇനി അത് തിരുത്തിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര പാടാ. ഞാനപ്പോൾ പറയും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ അവിടുത്തെ ചാലക്കുടി ഫൊറോന പള്ളിയിൽ ഒരു ജോയി അച്ഛൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അച്ഛനുണ്ട്. അപ്പം വൈകിട്ട് ധ്യാനമൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയിട്ട് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയിരുന്നു കൊന്തയൊക്കെ ചെയ്യും. അപ്പം ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛനും ഞാനും കൂടെ നിൽക്കുമ്പോഴേക്കൊണ്ട് ഒരു സഹോദരൻ വന്നിട്ട് എന്നെ നോക്കിയിട്ട് അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം ജോയി അച്ഛൻ ഷർട്ടും പാൻറ്റും ആയിട്ടിരിക്കുന്നു. ഞാനിത് ഈ ഉടുപ്പൊക്കെ ഇട്ട് കുരിശൊക്കെ കുത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഞാനല്ല അച്ഛൻ, ഇതാണ് അച്ഛൻ. പ്രൈസ് ദി ലോർഡ്, ഇതാണ് അച്ഛൻ. അപ്പൊ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ അച്ഛനായിട്ട് എന്നെ തോന്നും. അപ്പം ജോയി അച്ഛൻ എന്നോട് പറഞ്ഞു വിജി ബ്രദറെ, ഈ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ കുരിശൊക്കെ കുത്തി ഇങ്ങനെ നടക്കുമ്പോ എല്ലാവരും തോന്നും അച്ഛനാണെന്ന്. ഞാൻ പറഞ്ഞു അതെനിക്കൊരു അനുഗ്രഹമാണ് അച്ഛ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉടുപ്പുമിട്ട് ഈ കുരിശും കുത്തിക്കൊണ്ട് ഞാൻ റോഡിലൂടെ പോകുമ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനോ എനിക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ, ഞാൻ ഈ വേഷം ധരിച്ചിരിക്കുന്നത് എന്നെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് എന്നെ തന്നെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാ. ഏത് സ്ഥലത്ത് ചെന്നാലും മറ്റുള്ളവരെന്നെ ഒന്ന് നോക്കും, ഈ മനുഷ്യനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഹല്ലേലൂയ. അതെനിക്ക് മനസ്സിലാകിയത് ഒരു പ്രാവശ്യം ഞാൻ അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ച് കോട്ടയത്ത് ബസ് കയറി കോട്ടയം KSRTC സ്റ്റാൻഡിൽ വന്ന് ഞാൻ നിൽക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഓഫീസിൽ ഞാൻ ചോദിച്ചു, സാറേ ഇപ്പൊ തൃശ്ശൂർക്ക് ബസ് വല്ലതും ഉണ്ടോ? അപ്പൊ പറഞ്ഞു ഇവിടുന്നൊന്നും ഇപ്പോൾ ഇല്ല, രാത്രി 11 മണിയോളമായി. ഇവർ പറഞ്ഞു വരാനുണ്ട്. കോട്ടയം KSRTC സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ അകത്തൊരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. പോലീസുകാർ, സെക്യൂരിറ്റികളായ പോലീസുകാർ അവിടെ ഇരിക്കുന്നു. അതിനോട് ചേർന്നൊരു ചായക്കടയുണ്ട്. ഞാൻ ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ മേടിച്ചിങ്ങനെ കുടിക്കുമ്പോൾ ഒരു 10-18 വയസ്സുള്ള ഏതാണ്ട് അത്രയൊക്കെ പ്രായമുള്ള ഒരു പെൺകൊച്ച് അവിടുത്തെ ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. ഞാൻ ഈ ചായ മേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഈ പെൺകൊച്ച് വലിയ പ്രതീക്ഷയോടെ എന്നെ ഇങ്ങനെ നോക്കി. ഈ കൊച്ചെന്നെ നോക്കുന്ന കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആ പോലീസിന്റെ ഇതിന്റെ അടുത്തേക്ക് മാറി നിന്ന് ഈ ചായ കുടിച്ചു. വീണ്ടും ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചു വീണ്ടും എന്നെ നോക്കുന്നു. ഞാൻ ചായ കുടിച്ചുകൊണ്ടേയിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ എഴുന്നേറ്റു, നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഇവിടെ എന്നോട് ചോദിച്ചു അച്ഛനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല മോളെ, ഞാൻ ധ്യാനിപ്പിക്കുന്ന ആളാ. എന്താന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു എവിടേക്കാ പോകുന്നേ? ഞാൻ പറഞ്ഞു ഞാൻ ചാലക്കുടിക്കാ പോകുന്നേ. ഉടൻ തന്നെ ഈ കൊച്ച് ഒരു ദീർഘശ്വാസം വിട്ടിട്ട് എന്നോട് പറയാ, ഞാൻ വളരെ ലേറ്റായി, എനിക്ക് കൂത്താട്ടുകുളത്താ ഇറങ്ങണ്ടേ, എനിക്ക് പേടിയാകുന്നു, എൻ്റെ പപ്പ കൂത്താട്ടുകുളത്ത് വരും, ഞാനും അച്ഛൻ്റെ കൂടെ ആ ബസ്സിൽ കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞു അതിനെന്താ മോളെ, ഞാൻ കയറുന്ന ബസ്സിൽ കയറാം, മോളുടെ പപ്പയുടെ ഫോൺ നമ്പർ ഇങ്ങ് തരാൻ പറഞ്ഞു. പപ്പയുടെ ഫോൺ നമ്പർ വാങ്ങി ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ധ്യാനിപ്പിക്കുന്ന ഒരു സഹോദരനാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ മകള് ബസ് സ്റ്റാൻഡിലുണ്ട്, അവളാണ് ഇപ്പം എനിക്ക് നമ്പർ തന്നത്, ഞാൻ വരുന്ന ബസ്സിന് ആ കുഞ്ഞിനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നുകൊള്ളാം, നിങ്ങൾ കൂത്താട്ടുകുളത്തുണ്ടാകണം. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു സമാധാനമായി, പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, ബസ് വന്നു, ആ കൊച്ചും കയറി, ഞാനും കയറി. കൂത്താട്ടുകുളത്ത് എത്തുന്നതിന് മുമ്പേ ഞാൻ അവളുടെ പപ്പയുടെ ഫോണിലേക്ക് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം വിളിച്ചപ്പോൾ മുതലേ ഞാൻ ഈ ബസ് സ്റ്റോപ്പിലുണ്ട്. കൂത്താട്ടുകുളത്ത് വന്ന് ഈ കൊച്ചിറങ്ങിപ്പോയി. ബസ് വീണ്ടും പെരുമ്പാവൂര് സ്റ്റാൻഡിൽ വന്നു. അവിടെ ഇട്ടിട്ട് അവർ ചായ കുടിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലേക്ക് വീണ്ടും ഒരു ഫോൺ. ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പം ഈ പെൺകുട്ടിയുടെ അപ്പനാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ബ്രദർ വീട്ടിലെത്തിയോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പെരുമ്പാവൂരെത്തതേ ഉള്ളൂ. അപ്പോൾ പറയുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ, 1 കോടി പുണ്യമുണ്ട്, പേടിച്ചു വിറച്ച്
വിറച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിനെ ഓർത്തിട്ട്. ഏതൊക്കെയായാലും ദൈവത്തെ പോലെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് തന്നില്ലേ, ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആ കോട്ടയം ആ ബസ് സ്റ്റാൻഡിൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, പ്രായം കൂടിയ ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ പ്രായത്തിലുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞിന് മനസ്സിലായി തനിക്ക് സുരക്ഷിതത്വം തരാൻ പറ്റുന്ന ഒരു വ്യക്തി ഇദ്ദേഹമാണ് എന്നുള്ള ഒരു തോന്നൽ ആ കൊച്ചിന് ജനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ എൻ്റെ ഈ രൂപവും ഈ ഭാവവും തന്നെയാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളിൽ ഒരു പ്രത്യാശ ഉളവാക്കുവാൻ സാധിക്കുന്ന ജീവിത രീതി നിങ്ങൾ അവലംബിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അടുത്ത് വന്നാൽ എനിക്ക് ആശ്വാസം ലഭിക്കുമെന്ന ഒരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ നീ തമ്പുരാന്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 അതിന്റെ 21 മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയാം: നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ക്രിസ്ത്യാനികൾ വിശുദ്ധ വചനത്താൽ അറിവ് നേടിയവർ ആയിരിക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയൊക്കെ ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കണം. ഒരുപാട് വചനങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ വേദപുസ്തകം ബൈബിൾ. ഒരുപാട് സ്വർഗീയ രഹസ്യങ്ങളുടെ, ഒരുപാട് അഭിഷേകത്തിൻ്റെ, ആത്മാവും ജീവനുമായ വചനത്തിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് നമ്മുടെ വേദപുസ്തകം. ഇത് മക്കൾ അറിഞ്ഞിരിക്കണം. മുഴുവൻ ബൈഹാർട്ടാക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അപ്പോഴാണ് യേശുവിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുക. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. നമ്മളൊക്കെ രൂപാന്തരം പ്രാപിക്കേണ്ട നമ്മുടെ നമ്മുടെ മനസ്സൊന്ന് നവീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ ഭാവനകൾ മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറും. ദിവ്യധ്യാന കേന്ദ്രത്തിലുമൊക്കെ ധ്യാനം കൂടിയിട്ട് യേശുവിനെ സ്വന്തമാക്കിയ ചില മനുഷ്യരുടെ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട അവരുടെ ജീവിതത്തിലൊക്കെ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നറിയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ 33 വർഷമാകുന്നു സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 32 വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ. വേദപുസ്തകം എനിക്ക് അന്യാധീനമായിരുന്നു. പക്ഷേ ഈ വേദപുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് POC ബൈബിൾ അല്ല കിട്ടിയത്, ഓശാന പ്രസിദ്ധീകരണം ബൈബിളാണ്. പാലായിൽ നിന്ന് ഇറക്കുന്നൊരു ബൈബിൾ. അത് ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് കർത്താവിൻ്റെ വചനത്താൽ ഒന്ന് രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ യേശു വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയാണ് കർത്താവ് ഈ 33 വർഷക്കാലം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സറിയത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരാഗ്രഹങ്ങളും കർത്താവ് ഇന്നുവരെ നിഷേധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരാഗ്രഹങ്ങളും കർത്താവ് നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും എന്താഗ്രഹിക്കുന്നോ ഞാൻ ആദ്യം പോയി എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക്, എന്നിട്ട് ഞാൻ പറയും, കർത്താവേ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അവിടെ നിന്ന് എനിക്ക് സാധിച്ചു തരണം. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് വിലയിരുത്തും, ഒന്ന് ശുദ്ധീകരിക്കും, പോയി കുമ്പസാരിക്കും, പാപങ്ങളെല്ലാം ഏറ്റു പറയും, തമ്പുരാന്റെ മുമ്പിൽ വന്നിരിക്കും.
ദൈവം അവിടെ നിന്ന് തന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണയൊക്കെ വന്ന് എല്ലാവരും ദാരിദ്ര്യത്തിലായപ്പോഴും എൻ്റെ കയ്യിൽ ദാരിദ്ര്യമില്ല, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസിന്റെ സമയമായി. എല്ലാ വർഷത്തെ ക്രിസ്മസിനും അതിരപ്പള്ളി കാട്ടിൽ ആദിവാസികളുടെ കൂടെയാണ് ക്രിസ്മസ് ആഘോഷം. അപ്പം സാധാരണ എൻ്റെ കൂടെ കാട്ടി വരുന്നവരെന്നോട് ചോദിച്ചു, ബ്രദറെ ഇക്കൊല്ലം വല്ല പരിപാടിയും നടക്കുവോ? ഞാൻ പറഞ്ഞു, എല്ലാം സമയാസമയം നടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാം സമയാസമയം നടന്നിരിക്കും. ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവം ക്രമീകരിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് കുറെ കുട്ടികളെ. അവരുടെ ഒരു കാര്യത്തിനും ഒരു മുടക്കവും വന്നിട്ടില്ല, ഒരു മുടക്കവും വന്നിട്ടില്ല. എവിടെയെങ്കിലും ഒരു തടസ്സം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ പോയി എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തും. എവിടെയെങ്കിലും തെറ്റുപറ്റി അത് തിരുത്തും. കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടി വക്കീലാകാൻ, പക്ഷേ പഠിപ്പിക്കാൻ ആരുമില്ല ബ്രദറെ. അവളുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. അമ്മ രോഗിയാണ്, അപ്പനാണെങ്കിൽ സുഖമില്ലാത്തൊരു മനുഷ്യനാണ്, കൂലിപ്പണിയെടുത്താൽ ജീവിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനുള്ളത് കണ്ണുനീരൊക്കെ തുടക്കേ, നമുക്കൊന്ന് സംസാരിക്കാം. കുറച്ച് സമയം സംസാരിച്ച അവളുമായിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് വക്കീലാകാനുള്ള യോഗ്യതയുണ്ട്, നല്ല നാക്കാ. സംസാരിക്കുമ്പോൾ അറിയാം ഇതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം. ഉടനെ അവൾ പറഞ്ഞു, ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് തൃശ്ശൂര്. അവിടുത്തെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ 30,000 രൂപ ഈ മാസം തരണം. ബ്രദർ ഒരു കാര്യം ചെയ്യ, 25,000 രൂപ തന്നാൽ മതി. 5,000 രൂപ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഡിസ്കൗണ്ട് ചെയ്യാം. അത് 2 ഗഡുക്കളായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഇപ്പം തന്നെ പൈസ അയച്ചേക്കാന്ന് പറഞ്ഞു. പൈസ അയച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറയാം, നാളെ തന്നെ ഈ കുഞ്ഞിനോട് പഠിക്കാനായിട്ട് പോകുന്നവള് ഇപ്പൊ അവളുടെ തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞേ, അതൊരു വിജാതീയ കുട്ടിയാണ്, ഹൈന്ദവ കുട്ടിയാണ്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മോളെ സമയം കിട്ടുമ്പോഴെല്ലാം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് കരുണ കാണിച്ചത്. വീണ്ടും എനിക്ക് നിന്നോട് കരുണ കാണിക്കാൻ തോന്നണമെങ്കിൽ നിന്റെ ഉള്ളിലും ദൈവം ഉണ്ടാകണം. അതുകൊണ്ട് നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു ചെറിയ പുതിയ നിയമത്തിന്റെ ബൈബിൾ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിരുന്ന് വായിക്കുക, ഇതനുസരിച്ച് ജീവിക്കുക, നിന്റെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹം തരും. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആഖാൻ ഒറ്റ ഒരുത്തൻ കാരണം ആ ഇസ്രായേൽ ജനം എത്രത്തോളം കഷ്ടത അനുഭവിച്ചു എന്നോർക്കണം. ഒരുപക്ഷെ ഒരു കുടുംബത്തിലെ എല്ലാ മനുഷ്യരും പാപം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു കുടുംബം നശിക്കാൻ. ഒറ്റ ഒരുത്തൻ ചെയ്താൽ മതി. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ പ്രതി ആ കുടുംബത്തിൽ മുഴുവൻ ഒരു സമാധാനക്കേട് കടന്നു വരുന്ന കാണാൻ സാധിക്കും. ആ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുന്ന കാണാൻ സാധിക്കും. ആ കുടുംബത്തിന്റെ മേലുള്ള അനുഗ്രഹം നഷ്ടപ്പെടുന്ന കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുടുംബജീവിതക്കാരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പരസ്പരം കുറ്റപ്പെടുത്താനൊന്നും പോകണ്ട. എൻ്റെ പിഴ സ്വയം തിരുത്തുക. പ്രൈസ് ദി ലോർഡ്. സ്വയം തിരുത്തുക. മറ്റൊരാളെ തിരുത്താനൊന്നും പോകണ്ട. നിങ്ങൾ മറ്റുള്ളവരെ തിരുത്താൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം കുടുംബത്ത് ഉണ്ടാകുന്നത്. സ്വയം തിരുത്തി തമ്പുരാന്റെ മുമ്പിലിരിക്കുക. എന്നിട്ട് നീ പ്രാർത്ഥിക്കുക, ദൈവമേ ഞാനിതാ തിരുത്തിയിരിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിയെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ, എൻ്റെ മക്കളെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞു കഴിയുമ്പം പെട്ടെന്ന് അവര് കൊച്ചുദ്രസ്യ പുണ്യവതിയോ പിന്നെ എന്ത് ചെയ്യും? വീട്ടിലുള്ളവരൊക്കെ മുഴുത്ത പാപികളാണ്. എന്നിട്ട് അവര് ഇങ്ങനെ അടിച്ചു
അടിച്ചമർത്തി ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുമ്പം വീട്ടിലുള്ളവർക്ക് ഈ വ്യക്തിയോട് ദേഷ്യമാണ്. അവസാനം ഉണ്ടായിരുന്ന സമാധാനം കൂടി നഷ്ടപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലം പ്രിയപ്പെട്ടവരെ അവർ തന്നെ ഇങ്ങോട്ട് വന്നോളും. നാവ് കൊണ്ട് വരുത്താൻ നോക്കിയ വരുത്താൻ പറ്റത്തില്ല. അവസാനം അവർക്ക് നമ്മളോട് ദേഷ്യമാവും, വെറുപ്പാകും, പ്രാർത്ഥനയോട് വെറുപ്പാവും, ബൈബിൾ വായനയോട് വെറുപ്പാവും, പള്ളിയിൽ പോകുന്നതിനോട് വെറുപ്പാകും. നീ ഒന്ന് നിശബ്ദമായിട്ട് നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചേ. നമ്മളിങ്ങനെ പറയാറില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും, എന്തോ കല്ലിനും ഉണ്ടാകും. ചെന്നപ്പം വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിൻ്റെ ഒരു ഭാഗം, ഈ താടിയെല്ലിൻ്റെ ഒക്കെ ഒരു ഭാഗം, അവിടെയൊക്കെ പോയി ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവ് തന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ അഴുകാത്ത ശരീരത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അപ്പം മാർപ്പാപ്പനെ കാണാനായിട്ട് വലിയ ആഗ്രഹത്തോടെ വത്തിക്കാനിലേക്ക് ചെല്ലുകയാണ് ഞങ്ങൾ. അപ്പൊ എല്ലാവരും പറഞ്ഞു, മാർപ്പാപ്പ വരുന്നത് കുട്ടികളുടെ അടുത്തൂടെയും രോഗികളുടെ അടുത്തൂടെയൊക്കെയാണ്. അവിടെ തന്നെ എല്ലാവരും അങ്ങോട്ട് ഓടുകയാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോയോട് പറഞ്ഞു, മാർപ്പാപ്പയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇവിടം വരെ വന്നത്. ഈ മാർപ്പാപ്പേനെ ഒന്ന് അടുത്ത് കാണിക്കണേ എന്ന് പറഞ്ഞു. ഞാനും അച്ഛനും കൂടെ ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതിലെ മാർപ്പാപ്പ വരത്തില്ല. അപ്പോൾ അനൗൺസ്മെന്റ് വന്നു, മാർപ്പാപ്പ ഇതാ വരുന്നു. അപ്പോൾ എല്ലാവരും മാർപ്പാപ്പ സാധാരണ വരാറുള്ള വഴിയിലേക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അതിലേ ഇല്ല മാർപ്പാപ്പ. ഇതേ ഞങ്ങളിരിക്കുന്നതിലെ മാർപ്പാപ്പ തൻ്റെ വാഹനത്തിൽ വരികയാണ്. ഇങ്ങനെ കൈ എത്തിച്ചാൽ ചാടിപ്പിടിക്കാൻ പരുവത്തിലാണ് മാർപ്പാപ്പ വരുന്നത്. മാർപ്പാപ്പ വന്ന് മാർപ്പാപ്പ ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ മാർപ്പാപ്പ വണ്ടി അവിടെ നിർത്തി ഇങ്ങനെ ആശീർവാദം തന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ ശിരസ് കുമ്പിട്ട് നിന്നപ്പോഴത്തേക്കും ആശീർവാദം തന്നു. മാർപ്പാപ്പ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പീറ്ററച്ചൻ എന്നോട് ചോദിച്ചു, എടാ ഫോട്ടോ എടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കേണ്ടതൊക്കെ മറന്നുപോയി, ഞാനങ്ങ് കുമ്പിട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അച്ഛൻ ഫോട്ടോ എടുത്തു. അപ്പം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു വിജാതീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നോക്കുക. ദൈവത്തിന് മുഖനോട്ടം ഇല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം അത് ദൈവത്തിന്റെ ശക്തി ക്ഷയിച്ചു പോയത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളിലുള്ള തിന്മ നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങളിലെ തിന്മ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എൻ്റെ വിവാഹം പോലും ഒരു മിറക്കിളായിരുന്നു എന്നുള്ളത്. ഒരു മിറക്കിളാണ്. ഞാൻ പെണ്ണ് കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല. അന്ന് എൻ്റെ കുമ്പസാരങ്ങളൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛനോട് പറഞ്ഞു, ബിജി നീ കല്യാണം കഴിക്കണം. ഞാൻ അപ്പം അച്ഛനോട് പറഞ്ഞു, ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ലല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതല്ലടാ, നിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു വിവാഹം കഴിക്കുന്നു. കാരണം എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ഗർഭിണികളായ സ്ത്രീകൾ പാപത്തിൻ്റെ മാർഗം പിന്തുടർന്ന് അങ്ങനെ അറിവില്ലായ്മയുടെ വഴിയിലൂടെ പോയ കുട്ടികളൊക്കെ അബോർഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടുപോയാക്കും. അതുപോലെ തന്നെ തെരുവിൽ അലയുന്നവരുടെ കൂടെയൊക്കെ ജീവിക്കും. അപ്പം എന്നോട് പറഞ്ഞു, എടാ ഒരുപാട് പേര് ദോഷം കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പം നിന്നെ അറിയുന്ന ഒരു നല്ല പെങ്കൊച്ചുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം അച്ഛൻ കല്യാണാലോചന നടത്തുകയാണ് എനിക്ക് വേണ്ടി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടി അച്ഛനൊരു പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്തു. പക്ഷെ ഒരൊറ്റ കണ്ടീഷനെ ഞാൻ അച്ഛനോട് പറയുന്നുള്ളൂ.
അതിന് കണ്ണില്ലേലും മൂക്കില്ലേലും കൈയില്ലേലും കാലില്ലേലും ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഞാൻ മുട്ടുകുത്തി കര ഉയർത്തിപ്പിടിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കയ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ മറിയമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പെണ്ണിനെ എനിക്ക് വേണം. പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെ ആലോചിച്ചോ, അത് ഏത് തെരുവിൽ കിടക്കുന്ന കൊച്ചാണെങ്കിലും ഞാൻ വിവാഹം കഴിക്കും. അപ്പൊ അച്ഛനോട് പറഞ്ഞു, നീ രാവിലെ ബൈബിളും കഷണ്ടി വെച്ച് ഹല്ലേലൂയയും പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ പണിയില്ലാത്ത ഒരു പെണ്ണിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നിനക്കറിയാവോ? ഞാൻ അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കൂടെ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെ കൂടി എനിക്ക് കിട്ടിയാൽ, വിശുദ്ധിയുള്ള ഒരു പെണ്ണിനെ കൂടി എനിക്ക് കിട്ടിയാൽ, ഈ ഭൂമിയെ ഞാൻ എൻ്റെ ചെറുവിരലിൽ നിർത്തും. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാവരും കൂടി ആലോചിച്ചു, പെണ്ണിനെ ആലോചിക്കും. അപ്പം ഞാൻ കോട്ടയത്ത് നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഈ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഡാ, വ്യാഴാഴ്ച ധ്യാനം നിർത്തിയിട്ട് ഇവിടെ വരണം, ശനിയാഴ്ച നിന്റെ മനസ്സമ്മതമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ മനസ്സമ്മതല്ലേ? അതെ. അങ്ങനെ വ്യാഴാഴ്ച വൈകിട്ട് ധ്യാനം നിർത്തി. രാത്രി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ എനിക്ക് നല്ലൊരു ജുബയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മുണ്ടൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച അച്ഛനോട് പറഞ്ഞു, ഈ താടി മുടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി നിർത്തുക. എല്ലാം വൃത്തിയാക്കി കൊരട്ടിയിൽ സാഞ്ചോ നഗർ പള്ളിയിൽ അങ്ങനെ ഒരു വലിയ അംഗത്തിനുള്ള പുറപ്പാടാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊന്തയെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല, നീ കാത്തോണേ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെല്ലാം കൂടെ വന്ന് പള്ളിക്കകത്ത് പഠിക്കും. ഒരുത്തം വന്നിട്ട് എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, വാ, അവരൊക്കെ വന്ന് അവിടെ നിൽക്കുക. ഞാനും വന്ന് പള്ളിയുടെ അടുത്ത് നിന്നു. ബഹുമാനപ്പെട്ട പനക്കലച്ചനാണ് എൻ്റെ മനസ്സമ്മതം നടത്തുന്നത്. പനക്കലച്ചൻ അറിയാം ഇവൻ ഈ പെണ്ണിനെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പനക്കലച്ചൻ എന്നോട് ചോദിച്ചു, ബിജി ജോസഫ് മരിയെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു, സമ്മത. പനക്കലച്ചൻ ജീവിതത്തിൽ ചിരിക്കുന്നത് അന്നാ ഞാൻ കണ്ടേ. അച്ഛനറിയാം ഇവൻ എന്ത് കണ്ടിട്ടാണ് ഈ പറഞ്ഞതെന്ന്. അവളോട് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു, എനിക്ക് സമ്മതം. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് മാറി ഒരു രജിസ്റ്ററിൽ ഒപ്പിടണം. ഞാൻ അതിനു മുമ്പ് ഇവിടെ കയ്യെ പിടിച്ചിട്ട് നേരെ വികാരി അച്ഛൻ്റെ മുറിയിലേക്ക് കയറിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോ അതിനെ കാണണം കേട്ടോ, എന്ത് സുന്ദരിയെന്നത്. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചൻ, നീ എന്ത് കണ്ടിട്ടാടി എന്നെ കല്യാണം കഴിക്കാൻ പോണേ? ഞാൻ ഏതാ മുതലെന്ന് വല്ലതും നിനക്കറിയാം? ഇപ്പം സമ്മതമാണെന്ന് അവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ. രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കളി മാറി. മോളെ, വീടില്ല കൂടില്ല നാടില്ലാത്ത ഞാൻ, നിനക്ക് എൻ്റെ കൂടെ തെരുവിൽ കിടക്കാൻ പറ്റുമോ? എൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാമോ? എൻ്റെ പണി എന്താണെന്ന് നിനക്കറിയാമോ? അവിടെ തന്നെ ഇവിടെ എന്നോട് പറയാ, ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ കപ്പലൊക്കെ മുങ്ങുമ്പം കപ്പലിലുള്ള ആൾക്കാർ കരയിലേക്ക് നീന്തി രക്ഷപ്പെടുക. എന്നാൽ കരയിൽ നിൽക്കുന്ന വ്യക്തി മുങ്ങുന്ന കപ്പലിലേക്ക് നീന്തി കയറുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ ചേർത്തുപിടുത്തം, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, സ്വർഗതുല്യമായൊരു ജീവിതമാണ്. ഇന്ന് ഞാൻ പറയും, എന്നേക്കാൾ കൂടുതൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും എൻ്റെ ഭാര്യ 2 പടി മുകളിലാണ്. ഹല്ലേലൂയ. അതിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതവും അനുഗ്രഹപ്രദമാകാൻ നിങ്ങൾ ഒന്ന് വിശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വചനം കൂടെ ധ്യാനിച്ചിട്ട് നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഇവിടെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുക, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഘണമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവിൻ. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കട്ടെ.
ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ക്രിസ്തു വിശ്വാസികളായ നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിൽ നിന്ന് തേജസ്സും ഓജസ്സും വലിച്ചെടുത്തുകൊണ്ട് ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അതൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മളൊന്ന് ആരാധിക്കാൻ പോകുകയാണ്. എല്ലാം മറന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാവനകളും എല്ലാം വിശുദ്ധീകരിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങൾ വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി മാറണം. നിങ്ങളുടെ കുടുംബത്തിൽ എത്രമാത്രം കഷ്ടതയുണ്ട്, നിങ്ങൾ അതിനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. തമ്പുരാൻ്റെ മുമ്പിൽ ഒരു തീരുമാനം എടുത്താൽ മതി. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെല്ലാം ഞാനിതാ മാറ്റുന്നു. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ അറിയാം, അവൻ്റെ തടസ്സം അവൻ കൈവശം വെച്ച സാധനങ്ങളാണ്. സക്കേവൂസ് പറയുന്നുണ്ട്, ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഇതാ ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ഉടൻ തന്നെ കർത്താവ് സക്കേവൂസിനോട് പറയുക, ഇന്ന് നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കരുതലും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം കൊടുത്തു തീർക്കാൻ നമുക്ക് പറ്റണം. വീട്ടിലെ പ്രായമായവരെ ഒരു മൂലയ്ക്ക് നമ്മൾ ഇരുത്തി അവിടെ ഇരുന്നോ, അവർക്ക് വേണ്ട സ്നേഹവും കരുതലും ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവർ. 86 വയസ്സുള്ള അമ്മ എൻ്റെ വീട്ടിലുണ്ട്. 86 വയസ്സുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പറയത്തൊന്നുമില്ല, ആള് നല്ല ചെറുചുറുക്കാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അമ്മ ഇടയ്ക്ക് ഇരുന്ന് പറയും, ഞാൻ കാരണം നിനക്ക് വലിയ കഷ്ടതയൊക്കെ ആയിരിക്കും അല്ലേ. ഞാൻ അമ്മയോട് പറയാം, അമ്മ അങ്ങനെയൊന്നും പറയരുത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ 10,000-ൽ-1 പോലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ മലന്ന് കിടന്ന് മൂത്രം ഒഴിച്ചപ്പോഴും അപ്പിയിട്ടപ്പോഴൊക്കെ നിങ്ങളുടെ അമ്മ ഒരു പരിഭവം പറയാണ്ടാണ് അത് മുഴുവൻ കോരി വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ട് നടന്ന്, ചക്കരയല്ലേ, മുത്തല്ലേ, പാലല്ലേ, അമ്പട് മുത്താണോടാ എന്നൊക്കെ ചോദിച്ച് തുടച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടു നടന്നു. അമ്മ പോകുന്നിടത്തെല്ലാം നിങ്ങളെയും കൊണ്ടു നടന്നു. നല്ല ഭക്ഷണം അമ്മ നിങ്ങൾക്ക് നൽകി. അപ്പനും അമ്മയും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വസ്ത്രം അപ്പനും അമ്മയും നിങ്ങൾക്ക് വാങ്ങി തന്നു. എൻ്റെ പൊന്നു പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുക, ഇപ്പം നിങ്ങളുടെ അമ്മയും അപ്പനും ഒക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്ന ആഹാരം എങ്ങനെയുള്ളതാണെന്ന് നോക്കിയാൽ മതി. ഞാൻ പറയും, വീട്ടിൽ വെക്കുന്ന ഏറ്റവും നല്ല ആഹാരം മാതാപിതാക്കൾക്ക് കൊടുക്കണം. കിടക്കാൻ ഏറ്റവും നല്ല സൗകര്യം മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കണം. ഉടുക്കാൻ ഏറ്റവും നല്ല വസ്ത്രം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തൊക്കെ അമ്മേനെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകണം. ചിലപ്പം വായിലെ പല്ലൊക്കെ പോയിട്ട് 2 പല്ലൊക്കെ വായിലുണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് വായിൽ നിറച്ചും പല്ലൊക്കെ ആയ കാരണം, അമ്മയുടെ ഗ്ലാമറൊക്കെ പോയത് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടു നടക്കാൻ, അപ്പനെ കൊണ്ടു നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഈ സാധനത്തിൻ്റെ കയ്യേലൊക്കെ പിടിച്ചോണ്ട് എങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നോളാൻ പറയരുത് കേട്ടോ. അമ്മേനെ അപ്പനെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ഇനി എത്ര നാൾ കാണാനാ പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷമാകും. അത് നിനക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും, ഒരനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക, അതെല്ലാം ഒന്ന് തിരുത്തുക. ഒരു നിമിഷം നമുക്കത് കണ്ണുകളെയെല്ലാം ഒന്ന് കണ്ണുകളെ അടച്ച് കരങ്ങളൊന്ന് കൂപ്പി പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യയെ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. കണ്ണുകളെല്ലാം അടച്ച് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് ദൈവപുത്ര ആരാധന, യേശുനാഥ
ആരാധന. ദൈവപുത്ര ആരാധന. യേശുനാഥ ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങയ്ക്കാരാധന. കരങ്ങൾ വീശി ഓശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ. ഓ എന്റെ കർത്താവേ, അവിടുന്ന് തിരുവോസ്തരൂപനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ ആരാധന. സ്തുതി. ആശ്വാസപ്രദനേ ആരാധന. ആമേൻ. സമാധാന പ്രഭുവേ ആരാധന. സ്തുതി. ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യൻ അവനാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യൻ അവനാരാധന. കരങ്ങൾ വീശി ഓശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ നീ ഒന്ന് ചേർത്ത് വെക്കുക. കർത്താവ് നമ്മളോട് പറഞ്ഞു, അവിടുന്ന് നിന്റെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. നിന്റെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. അശുദ്ധി നമ്മളിലെ എല്ലാ അനുഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയും. എന്നാൽ വിശുദ്ധി നമ്മളിലേക്ക് സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. പൊന്നുതമ്പുരാനെ, എൻ്റെ ജീവിതത്തിലെ ഓരോ അശുദ്ധികളെയും അവിടുന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ അശുദ്ധിയും നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടട്ടെ. കർത്താവിൻ്റെ കരുണയും സ്നേഹവും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അറിഞ്ഞും അറിയാതെയും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തുപോയ നിരവധിയായ പാപങ്ങളെ ഒന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട ഒരു വ്യക്തിയാണോ നീ എന്നൊന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ തിരുത്താൻ തീരുമാനമെടുക്കുക. ദൈവമേ, എൻ്റെ ചിന്തകളെയും എൻ്റെ ഭാവനകളെയും അവിടെ നിന്ന് വിശദീകരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള തിന്മ നിന്റെ ജീവിതത്തിലുണ്ടോ എന്നെൻ്റെ കുഞ്ഞെ ഒന്ന് ചിന്തിച്ച്, ദൈവം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പാപം, ഒരു പക്ഷേ ദേഷ്യ സ്വഭാവമാകാം, പരദൂഷണമാകാം, ഏഷണിയാകാം, അസന്മാർഗികതയാകാം, മദ്യപാനമോ
പുകവലിയോ മുറുക്കുന്ന സ്വഭാവമോ വ്യഭിചാരാസക്തിയോ എന്തുമായിക്കൊള്ളട്ടെ, തമ്പുരാനോട് പറയുക, തെറ്റായ സ്നേഹബന്ധങ്ങൾ, മാതാപിതാക്കൾ ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങൾ, ദൈവം ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങൾ, ആരോരും അറിയാതെ നീ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിവിടെ വെച്ച് ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. വിശുദ്ധ കുർബാനയോട് വേണ്ടത്ര സ്നേഹവും ഭക്തിയോ വിശ്വാസമോ ഇല്ല എങ്കിൽ ഈശോയോട് പറയുക, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയൊക്കെ നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം ഒരുപക്ഷെ നിനക്ക് തന്നെ അറിയാമായിരിക്കും. നീ അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിന്റെ കുടുംബത്തിലെ പ്രായമായ വ്യക്തികളെ ബഹുമാനിക്കാതിരിക്കുക, അവരോട് തർക്കുത്തരങ്ങൾ പറയുക, അവർക്ക് വേണ്ട കരുതലും സ്നേഹവും കൊടുക്കാതിരിക്കുക, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുക. മാതാപിതാക്കൾ ഒരു ശാപമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ യേശുവിനോട് പറയുക, ദൈവമേ, എൻ്റെ മാതാപിതാക്കളെയൊക്കെ ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഒരുപക്ഷെ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും. ആ വാക്കുകളെ പ്രതി അവരോടുള്ള വെറുപ്പ് നീ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ പൊന്നു സഹോദര സഹോദരി, നിനക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. ശപിക്കപ്പെട്ട മരുഭൂമി പോലെയായിരിക്കും നിന്റെ ജീവിതം. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതെ നീ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകൊടുക്കുവാൻ നീ തീരുമാനമെടുക്കുക. കർത്താവേ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ഞാൻ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്, അതിതാ ഞാൻ കൊടുക്കുവാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയുക. നിന്റെ ജീവിതത്തിലെ ഓരോ കുറ്റങ്ങളും തെറ്റുകളും കണ്ണുനീരോടെ നീ തമ്പുരാന്റെ അടുത്ത് ഏറ്റു പറയട്ടെ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവനാരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവനാരാധന. കരങ്ങൾ വീശി ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ. ദൈവപുത്ര ആരാധന, യേശുനാഥ ആരാധന. ദൈവപുത്ര ആരാധന, യേശുനാഥ ആരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങയ്ക്കാരാധന. ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി
ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. അതിരങ്ങൾ തുറന്നൊന്ന് സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ കർത്താവിന്റെ കൃപ കടന്നു വരട്ടെ. യേശുവേ യേശുവേ യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഇപ്പോൾ വീണ്ടും കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. പ്രിയപ്പെട്ടവർ, കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. ദൈവമേ, ഈ നിമിഷം എൻ്റെ കുടുംബത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവും ശക്തിയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലെ ഓരോ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഈ കർത്താവിന്റെ തിരുമുമ്പിൽ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുമുമ്പിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥയൊന്ന് പറഞ്ഞേ. കണ്ണുകളെ അടച്ച്, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ മറ്റാരും അറിയരുതേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. മക്കളുടെ വിവാഹത്തിന്റെ തടസ്സമാകാം, എന്താണെന്നറിയില്ല. കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ല, മറ്റുള്ളവരോട് ഉത്തരം പറഞ്ഞു പറഞ്ഞു മടുത്തു. വിദ്യാഭ്യാസമുണ്ട് കുഞ്ഞിന്, പക്ഷെ ഒരു ജോലിയില്ലാത്തതിന്റെ വേദന ഉള്ളിലുണ്ട്. പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷം. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തിയെ ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്ത് ചെയ്തിട്ടും കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഏത് ജോലി ചെയ്തിട്ടും അതിനൊരു സ്ഥിരത ഇല്ല എങ്കിൽ, ഒരു അനുഗ്രഹം ഇല്ല എങ്കിൽ നീ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ മുമ്പിൽ. കൊച്ചുമക്കളെ എത്രമാത്രം പഠിക്കാൻ ശ്രമിച്ചിട്ടും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോവുകയാണ്. യേശുവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു, എനിക്ക് പരീക്ഷയിൽ ഉന്നത വിജയം വരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എൻ്റെ മനസ്സെല്ലാം തളരുകയാണ്, മറ്റുള്ളവർ എന്നെ പരിഹസിക്കുന്നു, അതിൻ്റെ വേദന എൻ്റെ ഉള്ളിലുണ്ട്. യേശുവേ, പഠനത്തിൻ്റെ മേഖലയിൽ എനിക്ക് അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അതെല്ലാം ഇതാ ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എനിക്ക് ആ തിന്മകളിൽ നിന്നെല്ലാം വിടുതൽ നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. പ്രിയപ്പെട്ടവർ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹത്തിന്റെ ജീവിതങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുന്നതിനായി സ്വർഗം തുറന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ പ്രിയപുത്രന്റെ നാമത്തിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അവിടുന്ന് ഈ നിമിഷം ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ വേദനകൾ, ഇവരുടെ ദുഃഖങ്ങൾ, ഇവരുടെ ആകുലതകൾ ഇതാ അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരാരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധി കാത്തു പരിപാലിക്കാതെ അശുദ്ധിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ, അങ്ങയുടെ തിരുരക്തത്താൽ ഇപ്പോൾ കഴുകി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന അവർണ്ണനീയമായ നിമിഷമാണിത്. ഈശോയെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. കർത്താവ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് വരട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പാപിനിയുടെ ജീവിതത്തെ സുവിശേഷവത്കരിച്ച കർത്താവ് ഇതാ നിങ്ങളുടെ ജീവിതത്തെ സുവിശേഷവത്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.